DM ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ സാധാരണക്കാരെ കൊച്ചുകുട്ടികൾക്ക് ജീവന് വിലയില്ല. അവർ മരിക്കുകയാണ്, കൈ അറുത്തു മാറ്റുകയാണ്. കത്രികയുമായി 5 വർഷക്കാലമാണ് ഉഷ ചേച്ചി മൂത്രത്തിലും പഴുപ്പുമടക്കമായി കഷ്ടപ്പെട്ടത്. ഇവിടെ പോലീസ് ഗുണ്ടായിസം, ഇവിടെ DMO ഓഫീസിൽ ആൾക്കാർ വന്നിട്ടില്ല എന്ന് പറഞ്ഞ് പ്രതിഷേധിച്ചുകൊണ്ടിരുന്നപ്പോൾ സർക്കിളേമാര് മുകളിൽ നിന്ന് ഉത്തരവ് വന്നു. അതുകൊണ്ട് തന്നെയാണ് ബലം പ്രയോഗിച്ച് ഞങ്ങളെ ഇവിടെ ഇറക്കാൻ നോക്കുന്നത്. അങ്ങനെയൊന്നും പേടിക്കുന്നവരല്ല പോലീസ് സാറന്മാരെ യൂത്ത് കോൺഗ്രസ്സുകാർ. ജോ റോളൻസ് വിശദാംശങ്ങൾ നൽകും. ജോ, എല്ലായിടങ്ങളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നു. കൊല്ലത്ത് DMO ഓഫീസിലേക്കാണ്. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ? വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് കൊല്ലത്ത് DMO ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലുണ്ടായത്. അതായത് മന്ത്രിയുടെ വാക്കും പൊത്ത ചാക്കും ഒരുപോലെ ആരോപിച്ചുകൊണ്ട് ഇത്തരത്തിൽ ചാക്ക് ധരിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ഈ പ്രതിഷേധം നടത്തുകയും ചെയ്യുന്നത്. പ്രവർത്തകർ ഈ കളക്ടറേറ്റിലുള്ള സിവിൽ സ്റ്റേഷനിലുള്ള ഇവിടേക്ക് എത്തുകയും തുടർന്ന് DMO ഓഫീസിലേക്ക് ചാടിക്കടക്കുകയാണ് ചെയ്തത്. ആദ്യം പോലീസിന്റെ വലിയ സാന്നിധ്യം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ പ്രതിഷേധക്കാർക്ക് വളരെ എളുപ്പത്തിൽ DMO ഓഫീസിലേക്ക് കടക്കാനും കഴിഞ്ഞു. അവർ ഈ പ്രതിഷേധം ഇപ്പോൾ തുടരുകയാണ്. പോലീസ് എത്തി അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. എന്താണ് ഇത്തരത്തിലൊരു? ഇവിടെ സാധാരണക്കാരായ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. രാവിലെ 10:30 DMO ഓഫീസിൽ വന്നാൽ DMOയോ ഒരൊറ്റ ഡെപ്യൂട്ടി DMO പോലുമില്ല. ഇവിടെ വേണുവിന് കൊല്ലം ജില്ലയിലുള്ള അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങളും മീഡിയയും കണ്ടതാണ്. ഇന്നലെ ഉഷ ചേച്ചിക്കുണ്ടായത് ഈ സിസ്റ്റം ഒട്ടാകെ ഫെയിലിയറായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്നുള്ളത്. ഇതിനെതിരെ പ്രതിഷേധ മന്ത്രി വന്ന് എന്താണ് പറയുന്നത്? യൂത്ത് കോൺഗ്രസുകാർ വന്ന് ചുമ്മാ മന്ത്രിയുടെ വീട്ടിലേക്കും അടക്കം സമരം ചെയ്യുന്നു. മന്ത്രിയുടെ വാക്കും പൊത്തചാക്കും. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ സിസ്റ്റം റെഡിയാക്കാൻ വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മന്ത്രിയുടെ വാക്കും പൊത്തചാക്കും. മന്ത്രി രാജിവെക്കുന്നത് വരെ കേരളത്തിലുടനീളം കരിങ്കൊടിയും അടക്കമുള്ള പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് തെരുവിലുണ്ടാകും. അതായത് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോലീസ് എത്തി ഈ പ്രവർത്തകരെ ഇപ്പോൾ ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ്. ഏകദേശം 20ഓളം വരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള വിഷ്ണു സുനിൽ പന്തളത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തുകയും DMO ഓഫീസിലെത്തുകയും അവിടെ വളരെ കുറച്ച് മാത്രമാണ് ഈ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം കടുപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഇപ്പോൾ ആ പ്രവർത്തകരെ സിവിൽ സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിക്കൊണ്ട് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. വലിയ പ്രതിഷേധമാണ് മിനിറ്റുകൾക്ക് മുൻപ് വരെ DMO ഓഫീസിലുണ്ടായിരുന്നത്. വലിയ പ്രതിഷേധമാണ് DMO ഓഫീസിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നടത്തിയത്. DMO ഓഫീസിലേക്ക് മാറ്റി നടത്തിയെങ്കിലും അവരുടെ DMO അടക്കം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല എന്ന പരാതി കൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ അവരെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മന്ത്രിയുടെ വാക്കും പൊത്തചാക്കും. രാജിവേ
വീണ ജോർജ് രാജിവേ സിസ്റ്റമാകെ ഫെയിലിയറാണ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസിൽ പ്രതിഷേധം മന്ത്രിയുടെ വാക്കും പൊത്തജാക്കും മന്ത്രിയുടെ വാക്കും കൈയെഴുതാണ് വരും. ഇത്രയും പ്രശ്നമില്ലായിരുന്നല്ലോ. ഇവിടെ കുട്ടികൾ ചാവുമ്പോഴും അല്ലാത്തവർക്കുള്ള വയറ്റിൽ കത്രിക എടുക്കുമ്പോഴും സാറിന് വിഷയമില്ല. സാറിന് ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇതാക്കാനാണല്ലോ ഇത്ര വലിയ നിർബന്ധം? സാറ് പേരിപ്പിക്കൊന്നും വേണ്ട. ഇന്നലെയും ഞങ്ങൾ കണ്ടതാ കേരളത്തിലുടനീളം 2 മാസവും കൂടിയേ ഉള്ളൂ ഈ നെറികെട്ട സർക്കാർ. സിസ്റ്റമാകെ ഫെയിലിയറാണ്. പത്തരയായി. അതാണ് ഞങ്ങൾ പറഞ്ഞത്. DMOയോ ഡെപ്യൂട്ടി DMOയോ ഇതുവരെ എത്തിയിട്ടില്ല. ഈ സിസ്റ്റം ഫെയിലിയറാണ് എന്നുള്ളതിന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഇവിടെ വേണുവിന്റെ വിഷയത്തിൽ ജില്ലാ ആശുപത്രിയിൽ ഉണ്ടായ വീഴ്ച വ്യക്തമായ റിപ്പോർട്ടിൽ പറഞ്ഞതല്ലേ? ഇവിടെ ഈ ആരോഗ്യ മേഖല കേരളത്തിലുടനീളം തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ കണ്ടത്. കയ്യിലെണ്ണാവുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് വന്നേക്കുന്നത്. അതിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ട്. DMO ഓഫീസ് ഉള്ളതിനെക്കാട്ടിലും പോലീസ് ഉദ്യോഗസ്ഥരാണ് വന്നേക്കുന്നത്. ഈ സിസ്റ്റം പരിപൂർണമായി തകർന്നിരിക്കുകയാണ്. അതിനകത്ത് ഒരു മാറ്റവുമില്ല. മന്ത്രി പറയുന്നത് പോലെ കരിങ്കൊടി കാണിക്കണ്ട എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കാൻ ഞങ്ങൾക്ക് തീരുമാനമില്ല. ഇവിടെ പറയുന്ന DMOയും ഡെപ്യൂട്ടി DMOയും വന്നില്ല എന്നുള്ള കാര്യമാണ്. അതിന് പിടിച്ച് തള്ളിക്കേറ്റുന്നതിനാ പറയും. അനീതി എവിടെയുണ്ടോ അതെല്ലാം ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും യൂത്ത് കോൺഗ്രസ്. പ്രതിഷേധം. തുടരുന്ന ചികിത്സാ പിഴവിനും അനാസ്ഥയ്ക്കെതിരെയുമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഓഫീസ് ടൈം അനുസരിച്ച് 10 മണിക്ക് DMO എത്തും എന്ന പ്രതീക്ഷയിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തിയത്. 10:30 മണിയാകുന്നു. DMO അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോഴും അവിടേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് DMOയെ കാണാതെയാണ് DMO മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മടങ്ങുന്നത്.